Next, we are going to start then another chapter, excretory products and their elimination. അപ്പോൾ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്താണെന്നും എക്സ്ക്രീഷൻ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. നമ്മൾ ഇതുവരെ കണ്ട പ്രോസസ്സിന് ഡൈജഷനൊക്കെ കഴിഞ്ഞ് വന്ന വേസ്റ്റ് മെറ്റീരിയൽസ് അതാണ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അത് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസത്തിൽ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അതും നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ഹ്യൂമൺ എക്സ്ക്രീറ്ററി സിസ്റ്റം എങ്ങനെയാണ് ഇവിടെ വേസ്റ്റ് എലിമിനേഷൻ നടക്കുക ഹ്യൂമൻ ബീങ്സിൽ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. So first we can see what is excretion. Excretion is the elimination of metabolic waste materials like ammonia, urea, uric acid, etc. from the body. ബോഡിയിൽ നമ്മൾ പറഞ്ഞു കുറേ മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ റിയാക്ഷൻസിന് വേണ്ട ഓക്സിജൻ ആണ് റെസ്പിറേഷൻ വഴി നമ്മൾ കൊണ്ടുവരുന്നത്. അതിൻ്റെ എനർജി കിട്ടാനുള്ള ഭക്ഷണമാണ് ഡൈജഷൻ വഴി നമ്മൾ ഉള്ളിൽ ചെല്ലുന്ന അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന റിയാക്ഷൻ എല്ലാം കഴിഞ്ഞ് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്ക്രീഷൻ എന്ന പ്രോസസ്സിൻ്റെ ഉദ്ദേശം. ദർ ആർ 3 types ഓഫ് എക്സ്ക്രീഷൻ. പല ഓർഗാനിസത്തിലും പല ടൈപ്പാണ്. ബേസ്ഡ് ഓൺ ദ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേസ് വേർ ദേ ലീവ്, എവിടെയാണ് അവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഏത് അറ്റ്മോസ്ഫിയറിലാണ് ജീവിക്കുന്നത് അതനുസരിച്ചാണ് മിക്കവാറും എക്സ്ക്രീഷൻ്റെ ടൈപ്സ്. എമോണോടെലിസം അതൊരു ടൈപ്പ് എക്സ്ക്രീഷനാണ്. യൂറിയോടെലിസം, യൂറിക്കോടെലിസം, ഇതാണ് 3 types ഓഫ് എക്സ്ക്രീഷൻ. സോ ഫസ്റ്റ് വി ക്യാൻ സീ വാട്ട് ഈസ് എമോണോടെലിസം. അത് പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് അമോണിയ. അവിടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അമോണിയയാണ്. അമോണിയയുടെ രൂപത്തിലാണ് വേസ്റ്റ് പുറത്തേക്ക് കളയുന്നത്. അമോണോടെലിക് അനിമൽസ് ഏതൊക്കെയാണ്? അമോണിയ എക്സ്ക്രീഷൻ ആയിട്ടുള്ള അനിമൽസിനെ അമോണോടെലിക് അനിമൽസ് എന്ന് പറയുന്നു ജനറലി. അതിൽ വരുന്നത് അക്വാട്ടിക് ഇൻവെർട്ടിബ്രേറ്റ്സ്, അക്വാട്ടിക് ഇൻസെക്ട്സ്, ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫീബിയൻസ്. ഇതിൽ നിന്ന് മനസ്സിലായി ഒരു ഇതെല്ലാം വെള്ളത്തിലുള്ളതാണ് അല്ലേ. അപ്പോൾ അമോണിയ ഈസ് ഹൈലി ടോക്സിക്. അമോണിയ ഭയങ്കര ടോക്സിക് ആണ്. അതുകൊണ്ട് എന്താ അമോണിയ ബോഡിയിൽ അധികം നാളം തങ്ങി നിർത്തുന്നത് ബോഡിക്ക് ദോഷമാണ്. അപ്പോൾ പെട്ടെന്ന് അത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ വെള്ളത്തിലുള്ള ജീവികൾക്കാണ് ഈസിലി സാധിക്കുക. സോ അങ്ങനെയുള്ള ഓർഗാനിസത്തിനാണ് മിക്കവാറും അമോണോടെലിക് എക്സ്ക്രീഷൻ കാണുന്നത്. So ammonia is highly toxic, so excretion needs excess of water. It is readily soluble in water and is excreted by diffusion through the body surface or gill surfaces as ammonium ions. Ammonium ions ആയിട്ട് പുറത്തേക്ക് വേഗം കൊടുക്കുക ചെയ്യാം. Kidneys do not play any significant role in its removal. അപ്പോൾ ആക്ച്വലി ബോഡി സർഫസ് വഴി തന്നെയാണ് എക്സ്ക്രീഷൻ നടക്കുന്നത് ഈ ഓർഗാനിസത്തിൽ, അമോണോടെലിക് അനിമൽസിൽ. മിക്കവാറും അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. അതിൻ്റെ കാരണം ammonia is highly toxic or poisonous, so it should be removed from the body immediately. So it needs excess of water also. വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അമോണിയ. അതുകൊണ്ട് അക്വാട്ടിക് ഓർഗാനിസത്തിലാണ് കോമൺലി അമോണോടെലിക് എക്സ്ക്രീഷൻ കാണുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ ഈസ് യൂറിയോടെലിക്. അപ്പോൾ ഇവിടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് യൂറിയയാണ്. ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സിൽ അതാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്. അപ്പോൾ യൂറിയോടെലിക് അനിമൽസ് കോമൺലി ഏതൊക്കെയാണ്? കാർട്ടിലേജിനസ് ഫിഷസ്, terrestrial and semi-aquatic amphibians, aquatic and semi-aquatic reptiles, mammals. ഇവരിലൊക്കെയാണ് യൂറിയ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ യൂറിയോടെലിക് അനിമൽസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. മിക്കവാറും എണ്ണം ലാൻഡിൽ ജീവിക്കുന്നതാണ്. ഇൻ ലിവർ അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലെസ് ടോക്സിക് യൂറിയ. അപ്പോൾ ഇവിടെയും അമോണിയയുടെ ഫോർമേഷൻ ഉണ്ട്. പക്ഷേ ഈ ഓർഗാനിസത്തിൻ്റെ ലിവറിൽ ഈ അമോണിയനെ ടോക്സിസിറ്റി കുറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുന്നു, യൂറിയ ആയിട്ട് മാറ്റുന്നു. സോ ഇറ്റ് നീഡ്സ് ഓൺലി മോഡറേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫോർ എക്സ്ക്രീഷൻ. അപ്പോൾ യൂറിയ ആകുമ്പോൾ വെള്ളം കുറച്ച് മതി എക്സ്ക്രീഷന്. സം amount of urea may be retained in the kidney matrix of some animals to maintain a desired osmolarity. അപ്പോൾ യൂറിയ ഫോം ചെയ്താലും ഫുൾ എമൗണ്ട് യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നില്ല. ബോഡിയുടെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു അയണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെറിയൊരു അംശം യൂറിയ ബോഡിയിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ യൂറിയോടെലിക് അനിമൽസ് ഏതൊക്കെയെന്ന് കണ്ടു. നെക്സ്റ്റ് ഈസ് യൂറിക്കോടെലിക് അനിമൽസ്. അപ്പോൾ അവിടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് വാട്ടറിൽ ഇൻസോലേബിൾ ആണ്. സോ വാട്ടർ ഇല്ലാതെ, വാട്ടറിൻ്റെ എക്സ്പെൻസ് കുറവുള്ള ഓർഗാനിസത്തിലാണ് സാധാരണ ഈ ടൈപ്പ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് കാണുക. ഇൻസെക്ട്സ്, ലാൻഡ് ക്രസ്റ്റേഷ്യൻസ്, സ്നെയിൽസ്, ടെറസ്ട്രിയൽ റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇതിലൊക്കെയാണ് സാധാരണ യൂറിക്കോടെലിക് അനിമൽസ് എക്സ്ക്രീഷൻ കാണുന്നത്. അപ്പോൾ വാട്ടർ കൺസർവ് ചെയ്യണം, വെള്ളം സംരക്ഷിക്കേണ്ട ഓർഗാനിസത്തിൽ.
അങ്ങനത്തെ ഓർഗാൻസിലാണ് യൂറിക്കോട്ടിലേക്ക് എക്സ്ക്രീഷൻ കാണുക. സോ ഹിയർ ദ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഈസ് യൂറിക് ആസിഡ്. ദെൻ എക്സ്ക്രീറ്ററി ഓർഗൻസ്, പല ഓർഗാൻസ്, കുറേ ഓർഗാനിസംസ് ഫൈലമൊക്കെ പഠിച്ചു, അതിൽ ഡിഫറെൻറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻസും നമ്മൾ കണ്ടതാണ്. നല്ല ഒന്നും കൂടി ഒന്ന് ഓർക്കാം. പ്രോട്ടോനെഫ്രീഡി അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ് കോമൺലി കാണുന്ന പ്ലാറ്റി ഹെൽമിന്തസിലുണ്ട്. റോട്ടിഫേഴ്സ് ചില അനലിഡ്സിൽ, സിഫാലോകോഡൈറ്റ്സിൽ കാണാം. നെഫ്രീഡിയ അനലിഡ്സിലെ എക്സ്ക്രീറ്ററി ഓർഗനാണ്. മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ഇൻസെക്ട്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ്. ആൻറ്റീനൽ ഗ്ലാൻസ് ഓർ ഗ്രീൻ ഗ്ലാൻസ് ക്രസ്റ്റേഷ്യൻസിൻ്റെ, പ്രോൺ, ചെമ്മീനൊക്കെ അതിലൊക്കെ അതിൻ്റെയൊക്കെ എക്സ്ക്രീറ്ററി ഓർഗനാണ്. കിഡ്നീസ് ഹയർ അനിമൽസിലൊക്കെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നീസ് ആണ്. നൗ വി ക്യാൻ സി ഹ്യൂമൺ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് വരുന്നത് 2 കിഡ്നീസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 കിഡ്നീസ്, കിഡ്നിയുടെ താഴെ ഒരു 2 ട്യൂബ്സ് ഉണ്ട് ഓരോ കിഡ്നിയുടെ താഴെ നിന്ന്. ദാറ്റ് ഈസ് യൂറിറ്റേഴ്സ്. ആ ട്യൂബ് എൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് യൂറിനറി ബ്ലാഡർ ആൻഡ് ഇറ്റ് ഓപ്പൺസ് ടു ഔട്ട്സൈഡ് ത്രൂ യൂറിത്ര. ഇതാണ് ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ. ഇനി സ്ട്രക്ചർ ഓഫ് കിഡ്നി. കിഡ്നി ഒരു റെഡിഷ് ബ്രൗൺ കളറാണ്, ബീൻ ഷേപ്ഡ് ആണ്, 3 ലെയേർഡ് ക്യാപ്സ്യൂളിൽ എൻക്ലോസ് ചെയ്തായിരിക്കുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ലെവൽസ് ഓഫ് ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലുംബാർ വെർട്ടിബ്രേ. അപ്പോൾ ഏകദേശം ഈ ലൊക്കേഷനിൽ വെർട്ടിബ്ര പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് ഈ പൊസിഷനിൽ ഏകദേശം കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് തൊറാസിക് ലുംബാർ വെർട്ടിബ്രയുടെ ആ പൊസിഷനിലാണ് കിഡ്നി കാണുക. കിഡ്നിയാണ് ഈ കാണുന്ന റെഡിഷ് കളർ ഇതിൻ്റെ ഉള്ളിൽ. ഈ ഒരു ഇതാണ് കിഡ്നിയുടെ എക്സാക്ട് ലൊക്കേഷൻ. ഏകദേശം ലെങ്ത് 10 to 12 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 5 to 7 സെൻറ്റിമീറ്ററുമാണ്. ഓൾമോസ്റ്റ് 2 to 3 സെൻറ്റിമീറ്റർ തിക്നെസ് ഉണ്ട്. പിന്നെ ഒരു കിഡ്നിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 120 to 170 gram ആണ് കിഡ്നിയുടെ വെയിറ്റ്. അപ്പോൾ റെഡിഷ് ബ്രൗൺ കളറിൽ ബീൻ ഷേപ്ഡ് ആയിട്ട് കാണുന്നു. ഇനി കിഡ്നിക്ക് ഒരു കോൺകേവ് സൈഡ് ഉണ്ട്. കോൺകേവ് സൈഡിൽ ദർ ഇസ് എൻ ഓപ്പനിങ് ആണ് ഹൈലം. ഹൈലം കാണിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ത്രൂ വിച്ച് ഈ ഹൈലത്തിൽ കൂടിയാണ് ബ്ലഡ് വെസൽസ്, നെർവ്സ്, ലിംഫാറ്റിക് ഡക്ട്സ്, പിന്നെ യൂറിറ്റർ ഇതെല്ലാം എൻട്രി ചെയ്യുന്ന ഓപ്പനിങ് ആണ് ഇവിടെയുള്ളത്, ഹൈലത്തിലുള്ളത്. ഹൈലം ലീഡ്സ് ടു എ ഫണൽ ഷേപ്ഡ് ക്യാവിറ്റി കോൾഡ് റീനൽ പെൽവിസ്. അപ്പോൾ ഹൈലം താഴത്തേക്ക് വന്നാൽ ഒരു ഫണലിൻ്റെ ഷേപ്പിലൊരു ക്യാവിറ്റിയിലേക്ക് വരുന്നു. ഹൈലത്തിൻ്റെ ഉൾഭാഗമാണ് പറയുന്നത്. ഇറ്റ് ഇസ് റീനൽ പെൽവിസ്. ദിസ് ഇസ് ഹൈലം. ഇത് ഉള്ളിലേക്ക് വരുമ്പോൾ ദിസ് ഇസ് റീനൽ പെൽവിസ്. ഒരു ഫണലിൻ്റെ ഷേപ്പിലൊരു ക്യാവിറ്റിയാണത്. റീനൽ പെൽവിസിൻ്റെ ഉള്ളിലുള്ള കുറച്ച് പ്രൊജക്ഷൻസ് ഉണ്ട്. ദറ്റ് ഈസ് റീനൽ കാലിസസ്. കാലിസസ് എന്ന് പറയുന്നത് റീനൽ പെൽവിസിൻ്റെ ഉള്ളിലെ പ്രൊജക്ഷൻസ് ആണ്. ഇതാ കാലിസസ്. ഇതാണ് കാലിസസ്. എ കിഡ്നി ഹാസ് ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല. അപ്പോൾ 2 ലെയേഴ്സ് ഉണ്ട് കിഡ്നിയിൽ. പുറത്തെ ലെയർ കോർട്ടെക്സും ഇന്നർ ലെയർ മെഡുലയാണ്. മെഡുല ഹാസ് ഫ്യൂ കോണിക്കൽ പ്രൊജക്ഷൻസ് കോൾഡ് റീനൽ പിരമിഡ്സ്. ഇതാ മെഡുലറി പിരമിഡ്സ് ഉണ്ട്. മെഡുലയിലുള്ള ചില ചെറിയ ഷേപ്സ്, ഒരു പൂവിൻ്റെ ഇതള് പോലെ കാണുന്നതാണ്. ദറ്റ് ഇസ് മെഡുലറി പിരമിഡ്സ്. ഔട്ടർ ലെയർ ആണ് കോർട്ടെക്സ്, ഉള്ളിലത്തെ ലെയർ മെഡുല. കോർട്ടെക്സ് എക്സ്റ്റെൻഡ്സ് ഇൻ ബിറ്റ്വീൻ മെഡുലറി പിരമിഡ്സ് ആസ് റീനൽ കോളംസ്. അപ്പോൾ കോർട്ടെക്സ് മെഡുലറി പിരമിഡ്സിൻ്റെ ഇടയിലുള്ള കോർട്ടിക്കൽ റീജിയൻസിനെയാണ് റീനൽ കോളംസിനെയാണ് കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയുന്നത്. കോളംസ് ഓഫ് ബെർട്ടിനി. അപ്പോൾ മെഡുലയുടെ ഇടയിലും കോർട്ടെക്സിന് ചില ഭാഗങ്ങളുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് കോളംസ് ഓഫ് ബെർട്ടിനി. ഔട്ടർ ലെയർ ആണ് കോർട്ടെക്സ്, ഇന്നർ ലെയർ മെഡുലയാണ്. Then nephron. This is the functional and structural unit of a kidney. അപ്പോൾ കിഡ്നി ഉണ്ടാക്കിയിരിക്കുന്നത് നെഫ്രോൺസ് കൊണ്ടാണ്. ഓൾമോസ്റ്റ് 1 million നെഫ്രോൺസ് കൊണ്ടാണ് ഒരു കിഡ്നി ഉണ്ടാക്കിയിരിക്കുന്നത്. ദർ ആർ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. ഓരോ നെഫ്രോണിനും ഇറ്റ് ഹാസ് 2 parts, ഗ്ലോമറൂളസ് ആൻഡ് റീനൽ ട്യൂബ്യൂൾ. ഫസ്റ്റ് വി ക്യാൻ സി വാട്ട് ഈസ് ഗ്ലോമറൂളസ്. ഗ്ലോമറൂളസ് എന്ന് പറഞ്ഞാൽ നെഫ്രോണിൻ്റെ ഈ ഭാഗമാണ് ഗ്ലോമറൂളസ്. ഇത് ഫുൾ ഗ്ലോമറൂളസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇറ്റ് ഈസ് എ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ്. ഗ്ലോമറൂൾസിൻ്റെ ഉള്ളിൽ നിറച്ച് കാപ്പിലറീസ് ഉണ്ട്. അവിടുത്തെ കാപ്പിലറീസ് കൊടുക്കുന്ന ഭാഗമാണ് എഫറൻറ്റ് ആർട്ടീരിയോൾ. റീനൽ ആർട്ടറിയുടെ ഒരു ഭാഗമാണ് എഫറൻറ്റ് ആർട്ടീരിയോൾ. അപ്പോൾ എഫറൻറ്റ് ആർട്ടീരിയോൾ ഈ ഗ്ലോമറൂളസിൻ്റെ ഉൾഭാഗത്തേക്ക് കാപ്പിലറീസിന് കൊടുക്കുന്നു. ആൻഡ് ഇറ്റ് ഗോസ് ഔട്ട്സൈഡ് ആസ് ഇഫറൻറ്റ് ആർട്ടീരിയോൾ. പുറത്തേക്ക് പോകുന്ന ഭാഗം ഇഫറൻറ്റ് ആർട്ടീരിയോൾ ആണ്. രണ്ടും റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കാപ്പിലറീസ് ഉൾപ്പെടുന്ന ഭാഗമാണ് ഗ്ലോമറൂളസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കപ്പ് ഷേപ്പ് സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണ് ഇത് കാണുന്നത്. ആൻഡ് ദിസ് കപ്പ് ഷേപ്പ് സ്ട്രക്ചർ ഈസ് കോൾഡ് ബൗമൻസ് ക്യാപ്സ്യൂൾ. അപ്പോൾ ഈ ഉള്ളിലത്തെ കാപ്പിലറി സ്ട്രക്ചറാണ് ഗ്ലോമറൂളസ്. ഇറ്റ് ബിഗിൻസ് വിത്ത് എ ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് ബൗമൻസ് ക്യാപ്സ്യൂൾ
വിച്ച് എൻക്ലോസസ് ഗ്ലോമറോളസ്. അപ്പം ഗ്ലോമറോളസ് ഉൾപ്പെട്ടിരിക്കുന്ന ഈ കപ്പ് ഷേപ്ഡ് റീജിയൻ ആണ് ബൗമൻസ് ക്യാപ്സ്യൂൾ. ബൗമൻസ് ക്യാപ്സ്യൂൾ പ്ലസ് ഗ്ലോമറോളസ് ഇസ് ഈക്വൽ ടു മാൽഫീജിയൻ ബോഡി. അപ്പോൾ ഇതിന് ആകത്തുക ടോട്ടലായിട്ട് നമ്മൾ പറയുന്നത് മാൽഫീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ എന്നാണ്. സോ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഗ്ലോമറോളസും ബൗമൻസ് ക്യാപ്സ്യൂളും ചേർന്ന ഭാഗം, ഇത്രയും ഭാഗത്തിന് റീനൽ കോർപ്പസൽ അല്ലെങ്കിൽ മാൽഫീജിയൻ ബോഡി എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ അവിടെ നിന്ന് ഒരു ട്യൂബ്യൂൾസ് റൈസ് ചെയ്യുന്നത്. ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ താഴെ ഭാഗത്തു നിന്ന് തുടങ്ങുന്ന ട്യൂബ്യൂൾസ്, രണ്ട് തരം ട്യൂബ്യൂൾസ് ഉണ്ട്. PCT പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഹെയർ പിൻ ഷേപ്പ് സ്ട്രക്ചർ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പ്. അപ്പോൾ ബൗമൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞാൽ ഉടനെ വരുന്ന സ്ട്രക്ചറാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ഭാഗം, പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത്. അപ്പോൾ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിളാണ് ആദ്യം കാണുക. അത് കഴിഞ്ഞ് വരുന്നതാണ് ഹെയർ പിൻ ഷേപ്പ് സ്ട്രക്ചർ ഹെൻലീസ് ലൂപ്പ്. അത് കഴിഞ്ഞ പിന്നെ ഭാഗമാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഈ ഹെൻലീസ് ലൂപ്പിന് രണ്ട് തരം ലിമ്പുണ്ട്, ഡിസെൻഡിങ് ലിമ്പും അസെൻഡിങ് ലിമ്പും. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തേക്ക്, അസെൻഡിങ് എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക്. അങ്ങനെ രണ്ട് ലിംബ്സ് ഹെൻലീസ് ലൂപ്പിനുണ്ട്. DCT ഓഫ് മെനി നെഫ്രോൺസ് ഓപ്പൺ ഇൻ ടു കളക്ടിങ് ഡക്ട്. അപ്പോൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ ഓപ്പൺ ചെയ്യുന്നത് ഒരു കളക്ടിങ് ഡക്റ്റിലേക്കാണ്. കളക്ടിങ് ഡക്ട് എക്സ്റ്റെൻസ് ഫ്രം കോർട്ടെക്സ് ടു ഇന്നർ പാർട്സ് ഓഫ് മെഡുല. അപ്പോൾ കിഡ്നിയുടെ കോർട്ടെക്സിന് ഔട്ടർ ലെയർ, അതിൽ നിന്ന് ഉള്ളിലേക്കുള്ള മെഡുല പാർട്ട് വരെ ഈ കളക്ടിങ് ഡക്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ദ കൺവേർജ് ആൻഡ് ഓപ്പൺ ഇൻ ടു റീനൽ പെൽവിസ്. റീനൽ പെൽവിസിൻ്റെ അവിടത്തേക്ക് കൂട്ടിമുട്ടി അവിടെ എത്തി അവിടേക്ക് ഓപ്പൺ ചെയ്യുന്നത്. മെഡുലറി പിരമിഡ്സിൻ്റെ ഇടയിൽ കൂടിയാണ് ഓപ്പൺ ചെയ്യുക. മാൽഫീജിയൻ ബോഡി, PCT ആൻഡ് DCT, ഇത്രയും ഭാഗങ്ങൾ, നെഫ്രോണിൻ്റെ ഇത്രയും ഭാഗങ്ങൾ, ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ റീനൽ കോർട്ടെക്സ്. അപ്പോൾ നെഫ്രോണിൻ്റെ മാൽഫീജിയൻ ബോഡി എന്താണെന്ന് നമ്മൾ കണ്ടു. ബൗമൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറോളസും ചേർന്ന ഭാഗം, കൂടാതെയുള്ള രണ്ട് കൺവല്യൂട്ടഡ് ട്യൂബിൾസ് PCTയും DCTയും, ഇത്രയും ഭാഗങ്ങൾ കാണുന്നത് കിഡ്നിയുടെ റീനൽ കോർട്ടെക്സ് എന്ന റീജിയനിലാണ്. ഹെൻലീസ് ലൂപ്പ് കാണുന്നത് മെഡുല്ലയുടെ റീജിയനിലാണ്, ഹെൻലീസ് ലൂപ്പ്. അപ്പോൾ ഒരു കിഡ്നി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നെഫ്രോൺസ് കൊണ്ടാണ്. അപ്പോൾ അത് നെഫ്രോണിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ കിഡ്നിയുടെ ഏത് സൈഡിലാണ് കാണുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഇഫറൻറ്റ് ആർട്ടീരിയോൾ, അതായത് ഗ്ലോമറോൾസ് നിന്ന് പുറത്തേക്ക് വരുന്ന റീനൽ ആർട്ടറിയുടെ ഭാഗമാണ് ഇഫറൻറ്റ് ആർട്ടീരിയോൾ. ഇഫറൻറ്റ് ആർട്ടീരിയോൾ എമർജിങ് ഫ്രം ദ ഗ്ലോമറോളസ് ഫോംസ് എ ഫൈൻ കാപ്പിലറി നെറ്റ്വർക്ക്. ഇതാണ് കാണുന്നത്. ഹെൻലീസ് ലൂപ്പിൻ്റെ പുറത്തൊരു കാപ്പിലറി നെറ്റ്വർക്ക് കാണാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് പെരിട്യൂബുലാർ കാപ്പിലറീസ്. പെരിട്യൂബുലാർ കാപ്പിലറീസ്. അപ്പോൾ ഇഫറൻറ്റ് ആർട്ടീരിയോൾ വന്നിട്ട് ഇതിൻ്റെ പുറത്തൊരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നുണ്ട് ബ്ലഡ് വെസൽസിൻ്റെ. അതിനെയാണ് പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയുക. അത് നോർമലി ഈ ഹെൻലീസ് ലൂപ്പിൻ്റെ റീജിയനിൽ തന്നെ അത് കാണുക. അപ്പോൾ ഹെൻലീസ് ലൂപ്പിനോട് പാരലലായിട്ട് കാണുന്ന ബ്ലഡ് വെസലിൻ്റെ റീജിയനാണ് വാസ റെക്ട. ഹെൻലീസ് ലൂപ്പ് ഈ വയലറ്റ് കളറിൽ അല്ലെങ്കിൽ ബ്ലൂയിഷ് കളറിൽ, റെഡ് കളറിൽ കാണുന്നത് കാപ്പിലറിയാണ്. റെഡ് കളറിൽ കാണുന്ന ഹെൻലീസ് ലൂപ്പിൻ്റെ അതേ ഷേപ്പിലുള്ള ഹെയർ പിൻ ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് വാസ റെക്ട എന്ന് പറയുന്നത്, യു ഷേപ്ഡ് സ്ട്രക്ചർ. നൗ ദർ ആർ 2 types of nephrons. അത് എവിടെയാണ് കാണുന്നതെന്നനുസരിച്ചാണ് 2 types of nephron. ഫസ്റ്റ് വൺ ഈസ് കോർട്ടിക്കൽ നെഫ്രോൺസ്. അപ്പോൾ 85% കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ് ഉണ്ടാവുക. ഇൻ ദിസ് ദ ഹെൻലീസ് ലൂപ്പ് ഈസ് ഷോർട്ട്. ഹെൻലീസ് ലൂപ്പ് വളരെ ചെറുതായിരിക്കും. ആൻഡ് എക്സ്റ്റെൻസ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു ദ മെഡുല റീജിയനിലേക്ക് ഹെൻലീസ് ലൂപ്പിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യുള്ളൂ. വാസ റെക്ട ഈസ് ആബ്സെൻറ്റ് ഓർ ഹൈലി റെഡ്യൂസ്ഡ്. അപ്പോൾ ഈ കേസിൽ വാസ റെക്ട നോർമലി ആബ്സെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ചെറിയൊരു അംശമേ കാണുള്ളൂ. അങ്ങനെയുള്ള നെഫ്രോൺസിനെയാണ് കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് പറയുക. സോ കോമൺ നെഫ്രോൺസിൽ 85% കോർട്ടിക്കൽ നെഫ്രോൺസ് ആയിരിക്കും. ഇനി വാട്ട് ഈസ് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്? അത് ഏകദേശം 15% ഓഫ് നെഫ്രോൺസ് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് ആയിരിക്കും. ഇൻ ദിസ് കേസ് ഹെൻലീസ് ലൂപ്പ് ഈസ് ലോങ്. ഹെൻലീസ് ലൂപ്പ് വളരെ നീളമുള്ളതായിരിക്കും. ആൻഡ് റൺസ് ഡീപ്പ് ഇൻ ടു മെഡുല റീജിയനിലേക്ക് വളരെ താഴ്ന്ന് നിൽക്കും. ആൻഡ് വാസ റെക്ട ഈസ് പ്രസൻറ്റ്. ഈ കേസിൽ വാസ റെക്ട ഉണ്ട്. സോ രണ്ട് തരം നെഫ്രോൺസ് ഉണ്ട്, കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് juxtamedullary nephrons. So ഇന്നത്തെ ക്ലാസ്സിൽ this is the end of the class.